ഹായ് എവരിവൺ, വൃന്ദ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 ഫിസിക്സിലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോയും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും ആണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ്, അതിൽ കൂടെ പോകുന്ന പാരലായിട്ടുള്ള കറൻറ്റ്സ്, അത് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ 1 ആംപിയർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനേഷനും നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ്. എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ രണ്ട് പാരലൽ കറണ്ട് തമ്മിലുണ്ടാകുന്ന ഫോഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തിടണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ് എന്ത്, ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, ഏതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണ്, എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ക്യാരീസ് എ കറന്റ് I, ദെൻ കണ്ടക്ടറിൽ നിന്ന് r ഡിസ്റ്റൻസിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്തായിരിക്കും, B is equal to μ0I/2πr. അല്ലേ, ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു I കറന്റ് ക്യാരി ചെയ്യും. ആൻഡ് ആ കണ്ടക്ടറിൽ r ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്, B is equal to μ0I/2πr ആണ്. ദെൻ ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ഓക്കെ, ദെൻ നമുക്ക് പറയാനുള്ളത് എന്താ, ഇഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദെൻ F is equal to BIL sin theta ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, തീറ്റ എന്താണ് അവിടെ വരാം, ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് L ആണ്. അല്ലേ, വെക്റ്റർ B ആൻഡ് വെക്റ്റർ L. ആ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എന്താ, 90 ഡിഗ്രി ആണെങ്കിൽ വി ക്യാൻ യൂസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് ടു ഫൈൻഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻറ്റ്സ് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ, നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് പറഞ്ഞത്, ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആൻഡ് എ സ്ട്രെയിറ്റ് current carrying conductor carries a current I, then the കണ്ടക്ടറിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു B is equal to μ0I/2πr. ആൻഡ് ബിയുടെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ വെച്ചിട്ടാണ്. ആൻഡ് ഇഫ് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ദെൻ അവിടുത്തെ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം, BIL sin theta. തീറ്റ വരുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കും, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ നമുക്ക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻറ്റ്സ് നോക്കാം. സോ ഹിയർ ഞാനിവിടെ ഒരു രണ്ട് കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എയും ബിയും. ഹിയർ ഐ കൺസിഡർ ടു കണ്ടക്ടേഴ്സ് A and B which has ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ് കേട്ടോ, ഇൻഫൈനൈറ്റ് ലെങ്ത് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ആൻഡ് എ എന്ന കണ്ടക്ടറിലൂടെ IA എന്ന കറൻറ്റും ബി എന്ന കണ്ടക്ടറിലൂടെ IB എന്ന കറൻറ്റും ഫ്ലോ ചെയ്യുന്നു. ഇവിടെ നമ്മൾ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ആൻഡ് കറൻറ്റ് സെയിം ഡയറക്ഷനിലാണ് രണ്ടും പാസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പാരലൽ കറൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഈ കറൻറ്റ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ, ദാറ്റ് ഈസ് IA മുകളിലോട്ടും IB താഴേക്കുമാണെങ്കിൽ അതിനെ ആൻറ്റി പാരലൽ കറണ്ട് എന്ന് പറയും. അപ്പോഴും ഈ കണ്ടക്ടേഴ്സ് പാരലായിരിക്കും, കറണ്ടുകളാണ് ആൻറ്റി പാരലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമുക്ക് രണ്ട് പാരലൽ കറൻറ്റ്സ് ആണ് ഉള്ളത്. സോ ഹിയർ രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് ഞാൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുണ്ടാകുന്ന ഒരു ഫോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കോൺസെപ്റ്റ്, ഈ ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഏത്, ഈ രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. സോ ഈ സെക്കൻഡ്
വിൽ എക്സ്പീരിയൻസസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, ഇനി തിരിച്ച് പറയുകയാണെങ്കിൽ എന്താ, ഈ രണ്ടാമത്തെ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ഒന്നാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. മനസ്സിലായോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ. ഈ ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ലേ, അതിന് കൊണ്ട് തന്നെ എന്താണ്, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ സെക്കൻഡ് കണ്ടക്ടർ, നമ്മുടെ ഐ ബി കറണ്ട് പോകുന്ന സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത്. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാരണം എന്താ, ഈ സെക്കൻഡ് കണ്ടക്ടറിന് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി തിരിച്ച് രണ്ടാമത്തെ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം അതിന് ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ ഒന്നാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. സോ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ചെയ്യും, ഈ ഒന്നാമത്തെ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ രണ്ടും പരസ്പരം ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. രണ്ടിനും ഓരോന്നിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മറ്റേതിന് അതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഫോഴ്സുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഓരോ കേസുകളായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു എ കണ്ടക്ടർ, ഈ എ എന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അപ്പോൾ ബിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ബി, magnetic field on B due to current in A. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള കേസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഈ എ ആണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ബി എ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ബി എ. ആൻഡ് ഇനി നോക്കൂ, ഈ ഫസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലാണ് സെക്കൻഡ് കണ്ടക്ടർ ഇരിക്കുന്നത്. സോ ഫസ്റ്റ് കണ്ടക്ടറിൽ നിന്നുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാം. സോ ഇക്വേഷൻ എന്തായിരിക്കും, ബി എ ഇസ് ഈക്വൽ ടു മ്യൂ 0 I A ഡിവൈഡഡ് ബൈ 2π. ആറിന് പകരം എന്താണ്, ഡി ആണ് അല്ലേ, ഡി ഡിസ്റ്റൻസിലാണ് ഇവിടെ എടുക്കുന്നത്. 2πd. അത് എങ്ങനെയാണ്, ഉള്ളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ, ആക്ടിങ് ഇൻവേർട്സ്. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ, അതായത് ഇപ്പം എന്താ, ഇങ്ങനെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാനിവിടെ വരച്ച് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ തമ്പ് ഇങ്ങനെ ഇപ്പോൾ ഫിംഗേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തമ്പ് ഇങ്ങോട്ട് ഇങ്ങനെ മുകളിലോട്ടാണ് അല്ലേ, കറണ്ട് പാസ് ചെയ്യുന്നത് മുകളിലേക്കാണ്. അപ്പോൾ തമ്പ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ ഫിംഗേഴ്സ് വരുന്നത് ഈ ഡയറക്ഷനിലോട്ടാണ് അല്ലേ, ഉള്ളിലേക്കാണ് ഫിംഗേഴ്സ് വരുന്നത്. സോ തമ്പിൻ്റെ ഡയറക്ഷന് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ഫിംഗേഴ്സ് ആണെന്ന് നമുക്കറിയാം. സോ എങ്ങനെയാവും, ഇതാ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട് ആൻഡ് ഇവിടെ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് വരിക. അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് വരിക, ഈ ഡയറക്ഷനിലായിരിക്കും വരാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഉള്ളിലേക്കാണ് വരാം, അതാണ് ഞാനിവിടെ ആക്ടിങ് ഇൻവേർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം സെക്കൻഡ് കണ്ടക്ടറിന് ഒരു ഫോഴ്സ് ഉണ്ടാകും. ഞാൻ അതിലൊരു ലെങ്ത് കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് ദി ഫോഴ്സ് ഓൺ ലെങ്ത് L ഓഫ് എ കണ്ടക്ടർ B. ഞാൻ ദ ഫോഴ്സ് ഓൺ ലെങ്ത് L of a conductor B. എന്തായിരിക്കും വരിക, F B A അല്ലേ, ഓൺ B ഡ്യൂ ടു A. അതാണ് B A എന്ന് എടുത്തിരിക്കുന്നത്. B A is equal to എന്തായിരിക്കും വരിക, B I L sin theta, where theta is the angle between conductor and magnetic field. That is theta എന്ന് പറയുന്നത് എന്താ, 90 ഡിഗ്രി ആയിരിക്കും, അതായത് 1 ആയിരിക്കും വരാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും വരാം. സോ എന്താണ്, ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരാം, ബി എ ഐ ബി എൽ സൈൻ 90. ദാറ്റ് ഈസ് മ്യൂ 0 I A ഡിവൈഡഡ് ബൈ 2πd
IBL. ഓക്കെ, ഈ BAന് പകരം ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, μ0IA ഡിവൈഡഡ് ബൈ 2πd IBL. ഓക്കെ, ക്ലിയർ? സോ FBA is equal to μ0IA ഡിവൈഡഡ് ബൈ 2πd IBL. ഇനി ഡയറക്ഷൻ എന്തായിരിക്കും വരെ ഇവിടെ? ഡയറക്ഷൻ യൂസിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയിരിക്കും അല്ലേ? സൈൻ 90 ഡിഗ്രി ആണെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളിവിടെ പറയാം. അപ്പോൾ ഇവിടെ എന്താ, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ദിസ് ഡയറക്ഷൻ ആൻഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് FA എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും വരാം. സോ ഹിയർ മാഗ്നറ്റിക് ഫീൽഡ് ആക്ടിങ് ഇൻവേർഡ്സ് ആൻഡ് കറണ്ട് മുകളിലോട്ടും, അതായത് തമ്പ് എയുടെ അടുത്തേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ടുവേർഡ്സ് എ. ഈ ഫോഴ്സ് എങ്ങോട്ടേക്കും? ഈ എ എന്ന് പറയുന്ന കണ്ടക്ടറിൻ്റെ അടുത്തേക്കായിരിക്കും പോകുന്നത്. ക്ലിയർ? ഇനി സെക്കൻഡ് കേസ്, ബി കാരണം എയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് എന്താ, നമുക്ക് എഴുതാം, മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ ഡ്യൂ ടു കറന്റ് ഇൻ ബി. ഓക്കെ, ഇവിടെ എങ്ങനെയാ വരാം? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? ഇവിടെ ബി എന്തായിരിക്കും വരാം? μ0IB ഡിവൈഡഡ് ബൈ 2πd. ആൻഡ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരാം? ഇതാ, രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് ഞാൻ നോക്കി, IA കറൻറ്റും IB കറൻറ്റും പോകുന്നത്. ആൻഡ് രണ്ട് കറൻറ്റ്സ് ഇവിടെ ഉണ്ട്, ഡിസ്റ്റൻസ് D ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? ആൻഡ് ഇവിടെ എങ്ങനെയാ? ഇതിലൂടെ പോയി കറണ്ട് എന്ത് വരും? ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? സോ ബിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? മൂവിങ് ഔട്ട്വേർഡ്സ്, ദാറ്റ് ഈസ് ആക്ടിങ് ഔട്ട്വേർഡ്സ് ആണ് ബിയുടെ ഡയറക്ഷൻ വരുന്നത്. ആൻഡ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്താ, ഇവിടേക്ക് പോകുമ്പോഴായിരുന്നു ഇങ്ങോട്ട് ഉള്ളിലോട്ട്, ഇവിടേക്ക് വരുമ്പോൾ എന്താ, ഇങ്ങനെ പുറത്തേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ബി ആക്ടിങ് ഔട്ട്സൈഡ് എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെയായിരിക്കും വരാം? ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കില്ലേ? സോ FAB എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. ക്ലിയർ? സോ നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി എന്താ വരാം? FAB is equal to BIL sin theta. That is BBIAL sin 90 അല്ലേ? sin 90 എന്ന് പറയുന്നത് എന്നാണ്. സോ FAB എന്ന് പറയുന്നത് എന്തായിരിക്കും? μ0IB ഡിവൈഡഡ് ബൈ 2πd IAL. ക്ലിയർ? സോ നമ്മൾ ഇതിൻ്റെ FAB മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിച്ചു. ദെൻ ഇതിൻ്റെ ഡയറക്ഷൻ യൂസിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തായിരിക്കും വരാം? കറണ്ട് അപ്വേർഡ്സ് ഡയറക്ഷനിലാണ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ്സ് ഡയറക്ഷനിലാണ്. ദെൻ ഫോഴ്സ് FAB എന്ന് പറയുന്നത് ടുവേർഡ്സ് ബിയിലോട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ FAB ആൻഡ് FBAയും ഈക്വൽ ആണ് അല്ലേ? ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടുമാണ് ആക്ട് ചെയ്തിരുന്നത്. സോ രണ്ടും എന്താണ്? μ0IB ഡിവൈഡഡ് ബൈ 2πd IAL ആണ്. ആൻഡ് ഡയറക്ഷൻ ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേത് ഇങ്ങോട്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് FAB ഈസ് ഈക്വൽ ടു മൈനസ് FBA അല്ലേ? ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിട്ടാണ്. ദാറ്റ് ഈസ് ബോത്ത് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ഇവിടുത്തെ പ്രത്യേകത നോക്കി, ഫസ്റ്റ് കണ്ടക്ടർ കാരണം സെക്കൻഡിൽ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആൻഡ് സെക്കൻഡ് കണ്ടക്ടർ കാരണം ഫസ്റ്റ് കണ്ടക്ടറിൽ നിന്ന് ഒരു ഫോഴ്സ് ഇങ്ങോട്ടും. ദാറ്റ് ഈസ് ഇവിടെ നിന്ന്, ദാറ്റ് ഈസ് എന്താ, ഇതാ ഇങ്ങനെ രണ്ട് കണ്ടക്ടർ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടും അട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാരലൽ കറണ്ട് അട്രാക്ട്സ്. എന്താ പറയുന്നത്? പാരലൽ കറണ്ട് attracts.
Okay, that is force between two currents. എപ്പോഴാണ്? when parallel current attract ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇനി ഇത് ആൻറ്റി പാരലൽ ആണെങ്കിൽ എന്താവും? ഇറ്റ് റിപ്പൽസ്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൻ്റെ ബേസിൽ ഒരു 1 ആംപിയർ കറണ്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 പാരലൽ കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു. അപ്പം അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? നമുക്കറിയാം, F is equal to mu 0 IBL 2 pi d IAL ആണ് അല്ലേ? ആൻഡ് അപ്പോൾ നമുക്കിവിടെ 2 പാരലൽ കണ്ടക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അവ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? F is equal to mu 0 IAIB divided by 2 pi d L ആണെന്ന് നമുക്കറിയാം. Then we know that എന്താണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്താണ്? F is equal to F by L അല്ലേ? ദെൻ F എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? ഇത് ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? mu 0 IAIB divided by 2 pi d. ഇവിടെ L രണ്ടും ക്യാൻസൽ ആയിട്ട് പോയി. ഓക്കെ, അതായത് നമ്മൾ 2 പാരലൽ കണ്ടക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്തായിരിക്കും? F is equal to mu 0 IAIB divided by 2 pi d. അങ്ങനെയാണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം, ഇഫ് ഈ കറണ്ട് IA-യും IB-യും ഒക്കെ 1 ആംപിയർ ആണ് നമ്മൾ അസ്യൂം ചെയ്യണം. IA is equal to IB is equal to 1 ampere and distance between them is 1 meter. Okay, എന്താണ്? IA-യും IB-യും കറണ്ട് രണ്ടും 1 ആംപിയർ വീതമാണ് ആൻഡ് ഡിസ്റ്റൻസ് എന്താണ്? 1 മീറ്റർ ആണെന്നും അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് F എന്തായിരിക്കും വരാം? mu 0 divided by 2 pi അല്ലേ? എല്ലാം 1 ആംപിയർ ആണെങ്കിൽ IA-യും IB-യും D-യും ഒക്കെ 1 ആയി. അപ്പം F എന്ന് പറയുന്നത് എന്തായിരിക്കും? mu 0 divided by 2 pi. mu 0ൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? 4 pi into 10⁻⁻7 divided by 2 pi. That is equal to 2 into 10⁻⁷ Newton per meter. Clear? That is, ഇവിടെ നമ്മൾ 2 ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് എടുക്കുന്നു. അതിലൂടെ രണ്ടിലൂടെയും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റഡി കറണ്ട് നമ്മൾ കടത്തിവിടുന്നു. ഇവ രണ്ടും വെച്ചിരിക്കുന്നത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ അവിടെ ഓരോ കണ്ടക്ടറിൻ്റെയും യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 into 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് 2 into 10⁻⁷ മീറ്റർ ആണെങ്കിൽ നമ്മൾ അതിലൂടെ ഫ്ലോ ചെയ്യിച്ച കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. എന്താ നമ്മൾ പറഞ്ഞത്? നമ്മളിപ്പോൾ ഒരു 2 ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് എടുക്കുന്നു. അതിലൂടെ രണ്ടിലൂടെയും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി കറണ്ട് നമ്മൾ കടത്തിവിടുന്നു. ഇവ രണ്ടും വെച്ചിരിക്കുന്ന 1 മീറ്റർ ഡിസ്റ്റൻസിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഓരോ കണ്ടക്ടറിൻ്റെയും യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 2 into 10⁻⁷ ആണെങ്കിൽ നമ്മൾ അതിലൂടെ ഫ്ലോ ചെയ്യിച്ച കറണ്ട് എന്തായിരിക്കും? 1 ആംപിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് 1 ആംപിയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? An ampere is defined as that constant current which it maintained in 2 straight parallel conductors of infinite lengths placed 1 meter apart in vacuum will produce a force of 2 into 10⁻⁷ Newton per meter length. That is, എങ്ങനെ നമുക്കതിനെ ഒന്ന് സിമ്പിളാക്കി പറയാം? 1 ആംപിയർ is that value of steady current. സ്റ്റഡി കറണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റഡി കറണ്ട് തന്നെ ആയിരിക്കണം, കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കണം. ഓൺ വിച്ച് ഫ്ലോയിങ് ഇൻ ഈച്ച് ഓഫ് 2 parallel infinitely long conductors of negligible cross section placed in vacuum at a distance of 1 meter from each other produces between them a force of 2 into 10⁻⁷ Newton per meter of their length. അതായത് നമ്മൾ 2 ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് എടുത്തിട്ട് അതിലൂടെ സ്റ്റഡി കറണ്ട് പാസ് ചെയ്യുന്നു. ആൻഡ് ഇവ രണ്ടും വെച്ചിരിക്കുന്നത് 1 മീറ്റർ ഡിസ്റ്റൻസിലാണെങ്കിൽ അവ തമ്മിലുണ്ടാകുന്ന യൂണിറ്റ് ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 2 into 10⁻⁷ മീറ്റർ ആണെങ്കിൽ
അവിടെ നമ്മൾ ഫ്ലോ ചെയ്ത കറണ്ട് 1 ആംപിയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം എല്ലാവർക്കും എങ്ങനെയാണ് രണ്ട് പാരലൽ കറൻസിന് ചുറ്റുണ്ടാകുന്ന ഒരു ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ആംപിയർ എന്ന് പറയുന്നതും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കറക്റ്റായിട്ട് പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.